വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ കുറവാണ് അതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ ധ്യാനത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ തന്നെ ജ്ഞാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരാൻ സാധിച്ചു. ഈ ജ്ഞാനത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരാഗ്രഹം, ഒരു തീഷ്ണത എനിക്ക് ലഭിച്ചു. കൂടാതെ ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. അത് ബ്രദർ ആക്ഷനിലൂടെ കാണിച്ചപ്പോൾ നല്ല ബോധ്യത്തിലേക്ക് നമുക്കതെന്നും ഓർക്കാനുള്ള ഒരു സൈനായിട്ട് എനിക്ക് എന്നും ഓർത്തിരിക്കുക. അങ്ങനെ ആ കൈ നല്ല ഒരു ഡാൻസ് പോസിലൊക്കെ കാണിച്ചപ്പോൾ എന്നും ഓർത്തിരിക്കാൻ നമുക്ക് ഒരു അടയാളമാണത്. പിന്നെ മനുഷ്യൻ്റെ ആത്മാവാകുന്ന പാത്രത്തിൽ പരിശുദ്ധാത്മാവുന്ന എണ്ണ ഒഴിച്ച് കത്തിച്ചാൽ മാത്രമേ യേശുവാകുന്ന പ്രകാശം നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതൊരു പുതിയ അറിവാണ്. കൂടാതെ കൂടുതൽ വചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഈ ധ്യാനം എന്നെ കൂടുതൽ സഹായിച്ചു. തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനും ജ്ഞാനത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത ദൈവത്തിനും അതുപോലെ അതിനായി ഞങ്ങൾക്ക് നല്ലൊരു ഉൾക്കാഴ്ച പകർന്നു തന്ന ബ്രദറിനും ഞാൻ നന്ദി പറയുന്നു.